നമസ്കാരം. എൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തം കുടുംബത്തിന് എൻ്റെ വിനീത നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടും. സിനിമയെ സ്നേഹിക്കുന്നത് ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്നത് തന്നെ സിനിമ ആൻഡ് ലവേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ സിനിമയുമായിട്ട് സാങ്കേതികമായി ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സംഘത്തിലുണ്ട്. ഇതിനെ ഞങ്ങൾ ഒരിക്കലും ഒരു സംഘടനയായി അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന സിനിമയിലൂടെ സ്നേഹം പങ്കുവയ്ക്കുന്ന, സിനിമ കാരണം സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ഗേഹമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിലവിൽ കൊണ്ടുവന്നത്. എന്തോ ഭാഗ്യം ഇലക്ഷനും കുത്തിത്തിരിപ്പും ഈ പിൻവാതിൽ പ്രവർത്തനങ്ങളും ഒന്നും ഇത്രയും കാലം ടച്ചുവിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചെയർമാനായും അതിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ തുടരാൻ പറ്റുന്നത്. പിന്നെ ഈ സംഘത്തിനൊരു ഫണ്ടില്ല. ഒരു കാരണവശാലും ഒരു കോർപ്പസ് ഫണ്ട് ഈ സംഘത്തിന് ഉണ്ടാവരുത്, അന്ന് ഈ സംഘത്തിൻ്റെ നാശം തുടങ്ങും എന്ന് പറഞ്ഞത് ഇന്നും ബലവത്തായി ഈ സംഘം ചേരലിനെ പിന്തുണച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ലൈഫ് സൈസ് കോൺസെപ്റ്റായിട്ട് തന്നെ അല്ലേ, ലാർജർ ദാൻ ലൈഫ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. ഒരു ബാഹുബലിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെന്ത് എന്ന് പറയുന്ന, ഒരിക്കലും ബാഹുബലിയാവാൻ വേണ്ടി വളരരുത് എന്ന് പറയുന്ന നിശ്ചയമൊക്കെയുണ്ട്. എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയും എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ മക്കളുമൊക്കെ ഒരു വേദിയിൽ എന്നെ കൊണ്ടുവന്നിരുന്ന ഇരുത്തി ഇങ്ങനെ ഒരു സ്നേഹസംഗമം വിളിച്ചു കൂട്ടുന്ന പ്രതീതി തന്നെയാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു റിപ്ലൈ സ്പീച്ചിന് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ. ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടേയില്ല. പിന്നെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോക്കോളൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല, അത് നൈരന്തര്യമാണ്, അതങ്ങനെ ഉണ്ടായേ പറ്റൂ, അതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും ഇത് കാരണമൊക്കെ എന്തുകൊണ്ട് ഒരു സമയത്ത് രഞ്ജിത്തിനോടും മോഹൻലാലിനോടുമൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ലോസാണ്. കൺഫ്യൂഷനൊന്നുമില്ല. ഐ എം ഡെഫിനറ്റ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി, ഐ എം വെരി ഡെഫിനറ്റ് അബൌട്ട് ദി social commitment, and I will not sway away from all those basic human divine concepts. ഇതൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാലും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ല, ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് ഐഡൻറ്റിറ്റി ലോസ്. അതിന് ഘടകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാനായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന് ചില ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് അതിന് മുമ്പുണ്ടായിട്ടുള്ള ചില അസന്നിഗ്ധ ഘട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ മെനഞ്ഞെടുത്ത ഒരു സംവിധാനത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഡിസിപ്ലിൻഡായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ എൻ്റെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഞാനിതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷ നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളെന്നുള്ള കാര്യത്തിൽ ശ്രീ മോഹൻലാലിനോടും രഞ്ജിത്തിനോടും അന്ന് ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളിൽ ആത്മാർത്ഥമായ എൻ്റെ ഹൃദയ ലേഖനമാണ് ഞാൻ അന്ന് ചാർത്തി അവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ഇത് പിന്നെ പലയിടത്തും സാങ്കേതികമായിട്ട് എൻ്റെ നേതാക്കന്മാർ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ട ഒരു അച്ചടക്കമായാലും എൻ്റെ ചില നിഷ്ഠകളായാലും അതിനകത്ത് ഈ മുൻഷുണ്ടി ഇവിടെ പലരും സൂചിപ്പിച്ച ആ ക്വാളിറ്റി എന്നോട് മോദിജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സബ് ടീക്ക് ഗുസ്സ തോടാ കംകരണം. ഞാൻ പറഞ്ഞ അസാധ്യമാണ്. ये नहीं चलेगा. अगर मैंने ये गुस्सा छोड़ दिया तो मैं मर गया. എനിക്ക് ഇങ്ങനെ ജീവിക്കണം.
ഇതാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഞാൻ ഷാജിയെ വിളിച്ച് ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായ ഡിസൈനുണ്ട്. ഷാജി പറയണം, ഷാജി ഇതിന് ഉത്തരവാദിയാണ്. റഞ്ചി പണിക്കർ അതിനേക്കാൾ വലിയ ഉത്തരവാദിയാണ്. ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നത് വരെ ഞാൻ ആരെങ്കിലും ഒന്ന് ചിപ്പൊന്നോ പോടാന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്തോ ഒരു നല്ല പൊന്നുമോനായിരുന്നു എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. ഞാൻ ചെയ്യാത്ത തെറ്റിനും. അതിനെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ ചുമ്മാ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തോ റഹ്മാന്റെ തല്ല് കൊള്ളാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ തല്ല് കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല, അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇനിയും അങ്ങനെ തന്നെയാണ്. അത് മാത്രമാണ് അന്നുണ്ടായത്. അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ, അവനങ്ങനെ പറഞ്ഞു, അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഇവിടെ ആളെ അടിയവനെ എന്ന് പറഞ്ഞ മഹാനാണ് ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായിട്ട് അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ. അന്നും റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ ഇവോൾവ് ചെയ്തെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ അങ്ങനെ ആളിനെ വിട്ടാൽ ആ ആൾക്കാരെയും ഞാൻ തല്ലി ഒടിക്കും. സുരേഷ് കുമാറിൻ്റെ നെഞ്ചും ഞാൻ ഇടിച്ച് കലക്കും. അതിലേക്ക് എന്നെ വളർത്തിയത് ഈ റഞ്ചി പണിക്കരുടെ പേനയിലിരിപ്പും ഇവൻ്റെ കയ്യിലിരിപ്പുമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപക്ഷെ അതൊരു ദുഷ്ടലാക്കോടെയുള്ള ഒരാരോപണമാണ്. ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളല്ല യഥാർത്ഥ ആള്. എന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടത് എതിർ രാഷ്ട്രീയ വക്ര പ്രതിഷ്ഠകളുടെ അത്യാവശ്യകതയാണ്. ഞാൻ എന്തല്ലായോ അതാണ് എൻ്റെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രൂപം, ഭാവഭേദങ്ങൾ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുഷ്ടലാക്കിന് ശക്തി കൂടി വന്നപ്പോൾ അതിലെ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം. മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം. അവർക്ക് രാഷ്ട്രീയമേ ഇല്ല, അവർക്ക് ആർക്കും രാഷ്ട്രീയമില്ല. എൻ്റെ കുടുംബ ബന്ധം, എൻ്റെ കുടുംബം എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് 5 മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോൾ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിരന്നെങ്കിൽ ഞാൻ ആരോടാണ് നന്ദി ചൊല്ലേണ്ടത്? എനിക്ക് എൻ്റെ വല്യമ്മാവൻ കൂടിയായ ശ്രീ കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തിൻ്റെ വരികളാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത്. ഇതെല്ലാവർക്കും ഒരു ടാഗ് ലൈനാണ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത് എന്ന ഒരു ഇൻട്രോസ്പെക്ഷണൽ ആംഗിളിൽ നമ്മൾ ചോദിച്ചാൽ ഈ ലോകത്തിന് ഒരു കാരണവശാലും ദ്രോഹം ഏൽപ്പിക്കാൻ നമുക്ക് തോന്നില്ല. അത് മനുഷ്യൻ്റെ ചിന്താശക്തിയുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ നല്ല ഈ 10 കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് റഞ്ചി പണിക്കർ പറഞ്ഞിട്ടുണ്ട്. സ്മരണ വേണം, സ്മരണ. അപ്പം ഭരത്ചന്ദ്രൻ്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല, എൻ്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല, നീ ഭരത്ചന്ദ്രനാണ്. ഈ ഭരത്ചന്ദ്രനെയാണ് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരം അങ്ങ് നേരെ നെഞ്ചത്തോട്ട് കുത്തി, സ്വയം നെഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി. അതിവിടെ ഏക്കില്ല. ജനതയ്ക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും, ഭരത്ചന്ദ്രനായി നിർവഹിക്കും, ഭരത്ചന്ദ്രനായി പെരുമാറും, ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വച്ചു ഉറച്ച വാക്ക് നൽകുകയാണ്.
അതങ്ങനെ തന്നെയാണ്. ഇനി ഈ വേദിയിൽ വന്നു നിന്ന് പറഞ്ഞ് ഞാൻ വെറും ഒരു സ്നിപ്പറ്റ് റിപ്ലൈസ് പോലെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇത് ഈ പ്രസംഗം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കില്ല. എൻ്റെ ഹൃദയം അത്രയും വിശാലമായതുകൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും മെറ്റീരിയൽ എൻ്റെ ഹൃദയത്തിലേക്ക് വിഷലിപ്തമായി തന്നെ അടിച്ചേൽപ്പിച്ച മുഹൂർത്തങ്ങളും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ സംഗീതത്തിലൂടെയും വളരെ ശുദ്ധമായ മാനസിക സമീപനങ്ങളിലൂടെയും ഒക്കെ എനിക്ക് എൻ്റെ ആ ഹൃദയത്തെ തിരിച്ച് നല്ല നല്ല ദൈവീക അംശമുള്ള ഒരു ശുദ്ധത എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നുവന്ന മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, നന്ദി ഞാൻ അവരോടെല്ലാം ചൊല്ലേണ്ടതാണ്. ഇവിടെ ഈ പറഞ്ഞ മുൻഷുൽബിയുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് റഞ്ചി പണിക്കരുടെയും ഷാജി കൈലാസിൻ്റെയും പേനയിരിപ്പും മനസ്സിലിരിപ്പും കയ്യിലിരിപ്പുമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ. എന്നിട്ടും ഞാനതിനെ തള്ളി പറയുകയാണ്. ഷാജി ഇവിടെ വന്നതെന്ന് സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു അക്രമിയുണ്ട് സംവിധായകൻ. അതിൻ്റെ ഒരു ശതമാനം പോലും ഈ മൈക്കിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല. എന്തോ ഒരു നല്ലവനായിട്ടാണ് നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത്. കമ്മീഷണറുടെ ഭരത്ചന്ദ്രനേക്കാൾ ചടുലനാണ്, അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ്. അതാ സെറ്റ് വന്ന് ഈ ഒരു തിരിച്ചുകയറ്റും ഒക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഷാജി സാറിന് ഞാൻ അറിയുന്നത് എൻ്റെ 1 മുതൽ 0 വരെ ആ കാലഘട്ടത്തിലാണ്. എനിക്കൊരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കണം, ഒരു ക്ലോസപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന് ക്ലാസ് എടുത്ത ജിജോ സാറിൻ്റെ കൂടെ നിന്ന് ജിജോ സാർ വന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്ന് ഫോളൻ ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കിപ്പോഴും ഉണ്ട്. ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സാർ സുരേഷ് അങ്ങനെയല്ല ഞാൻ വെച്ചിരിക്കുന്ന ഇപ്പം എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വര വരച്ചു ഇതിൽ നിൽക്കുക. സുരേഷ് ഈ എന്താണ് കുറച്ച് നെർവസ് ആയതുകൊണ്ട് ഒരു കാലിൽ നിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ മറ്റേ കാലിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്രെയിമിൽ ഇത്രയായിപ്പോൾ അത് വൃത്തികേടാ സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈ ഷാജി കരം സാർ. അന്ന് ആ കടപ്പുറത്ത് വീശിയ മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നനുത്ത കാറ്റ് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മുഖത്തടിച്ചത് ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസായിട്ടും നിൽക്കുന്നതുകൊണ്ട് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് നന്മ വഴിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നാഡീ സ്പന്ദനമോ ഒന്നും മറക്കാതെ, ഒരിറ്റുപോലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. ഒരു വ്യക്തി ഇവോൾവ്ഡായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തു വരുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയഘടന. ഇതൊരു സന്ദേശമൊന്നുമല്ല, ഞാനിങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്തത് അന്നേരം എന്ത് വെറുപ്പ് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഷാജി സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഐഡിയോളജി ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മെനോവർ ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറയുമെങ്കിലും ഇവിടെ വിനു പറഞ്ഞു ഒരുപാട് പൊങ്കാല ഏറ്റുവാങ്ങി, ദിനേഷ് മണിക്കർ പറഞ്ഞു പൊങ്കാല ഏറ്റുവാങ്ങി. ഞാൻ ഇപ്പോഴും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി കേസുകളൊക്കെ വന്നപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വിളിക്കും, സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. ഞാനൊരു കുഴിയിലാണ്, ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറി വരില്ല, റോക്കറ്റ് ഷൂട്ടിംഗ് പോലെ ഞാൻ വരും, നിങ്ങൾക്കതിന് ആയെന്ന് വരുത്തില്ല, നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഈ 2019 വന്ന താരങ്ങളോടടക്കം വന്നേക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പലരും കുറ്റം പറയുന്നുണ്ട്, അമ്മയിൽ പോയി എന്തൊരു സ്നേഹം, ഇവരൊക്കെ എവിടെ പോയിരുന്നു ഇലക്ഷൻ പ്രചരണ കാലത്ത്? ഞാനാണ് വിലക്കിയത്. വന്ന് അവരൊക്കെ ഈ പൊങ്കാല ഏറ്റുവാങ്ങാൻ വേണ്ടി അവരൊരു പാപവും ചെയ്യുന്നില്ല. അവർ എന്താണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്
ആ മനസ്സിലാക്കിയത് ഒരു പൊതുജന സമൂഹത്തിന് ഇന്ന് ഒരുപക്ഷെ ഉഴലുന്ന, ഭരണത്തിൻ്റെ പേരിൽ ഉഴലുന്ന ഒരു വിഭാഗത്തിന് നന്മയിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ആളാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കൽ കൊണ്ട് ഈ പാവം ജനതയ്ക്ക് ഒരു ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ മുമ്പോട്ട് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്ന ഒരു സംവിധാനം മലയാള സിനിമയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു. അത് ഒടുക്കിയിരിക്കും. ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കിയിരിക്കും. അത് ജന്മസമരമാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലായി? ഇതൊന്നും ഒരു മന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ പിന്നെ ഉത്തരവാദിത്വത്തോടെ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയുടെയും അവളെനിക്ക് തന്ന മക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതാണ്. ആ അച്ഛനായി മകനായുമായ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള വേദനകൾ പറയുന്നു. ഇത് വേദന എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നു പർഗറ്ററി, PURGATORY. പർഗറ്ററി എന്ന് പറയുന്നത് ചുട്ട് പഴുപ്പിച്ച പൈപ്പിലൂടെ, ഇരുമ്പ് പൈപ്പിലൂടെ ആത്മാവിനെ കടത്തിവിട്ട് അതിങ്ങനെ ധൂളായി പൊടിഞ്ഞ് ചിതറി അവസാനം ഇതിൻ്റെ മൗത്തിലൂടെ ഒരു തണുത്ത കുളിര് പൂരിപ്പിക്കുന്ന ഒരു വാട്ടർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നങ്ങ് കഷ് ചെയ്തിട്ട് കൊടുക്കും. അവിടുന്ന് ഇത് മുഴുവൻ ഒത്തുചേർന്ന് സുഖം, സൗഖ്യം, സന്തോഷം, ആനന്ദം, എക്സ്റ്റസി ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ആത്മാവായിട്ട് രൂപം പ്രാപിച്ച് പൊന്തി വരും. ഞാൻ എൻ്റെ ഈ യാതനകളെല്ലാം ഒരു പെർഗറ്റോറിയൽ പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനിന്ന് എൻ്റെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആനന്ദം എനിക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല ഒറ്റയ്ക്ക്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗഭാക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പങ്കുവയ്ക്കുന്ന എൻ്റെ സഹോദരങ്ങളുമാവണം എന്നുള്ളത് എൻ്റെ ശാഠ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ശുണ്ഠി കലർന്ന ശാഠ്യം തന്നെയാണ്. അതങ്ങനെ തന്നെയാവും. ഈ സുരേഷ് കുമാറിനിട്ടൊരു പണി കൊടുക്കാനാണ്. അമേരിക്കയിൽ പ്രേം നസീർ സാറിനെയും കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്ന് കാമുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചൊരു അറിയാമല്ല എന്തിൻ്റെ പേരിലായിരിക്കുമെന്ന് മദ്യപിച്ചെത്തിയ ഒരു പറ്റം ആൾക്കാർ എന്തോ ചെയ്യാൻ ഒരു കരപ്രയോഗത്തിന് മുതിർന്നപ്പോൾ അത് നടന്നു. പക്ഷെ അതിൻ്റെ ദേഷ്യം തീർക്കാൻ കാമുകൻ്റെ വികാരം ഉണർന്നു. ആരെയോ തല്ലി. അമേരിക്കയാണെന്നുള്ളത് ഓർത്തില്ല. അവിടെ ഉള്ളവരെല്ലാം കൂടെ കാറിൽ ചേസ് ചെയ്ത് നസീർ സാർ ഇരിക്കുന്ന കാറിനകത്താണ് ഈ ഗൂണ്ട ഇരിക്കുന്നത്. തെരുവിലിട്ട് വളഞ്ഞു പിടിച്ച് അവിടുത്തെ മരത്തിൻ്റെയൊക്കെ ചില്ലയൊടിച്ച് തല്ലാൻ വന്നപ്പോൾ അവിടെ വെച്ച് സുരേഷ് കുമാർ ഒരു വാക്ക് പറഞ്ഞു, തല്ലിക്കോ, തല്ല് കൊള്ളും, പക്ഷെ ഇതുകൂടെ കേട്ടിട്ട് തല്ലണം. നിങ്ങളിപ്പം തല്ലും, ഞാൻ കൊള്ളും. പക്ഷേ തിരുവല്ലായിലും ചെങ്ങന്നൂരിലുള്ള നിന്റെ വീട്ടുകാരൊക്കെ ഇതേ തല്ല് നാളെ RSSകാരെടുത്തുനിന്ന് കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനാണ് ഈ ഇരിക്കുന്നത്. ഇത് കഥയായി കേട്ട് ഞാൻ കോരിത്തരിച്ചിട്ടുണ്ട്. അസത്യമാണെങ്കിൽ ഇപ്പം പറയണം, മൈക്കുണ്ട്. ഇത് സത്യത്തിൽ എൻ്റെ മിനിസ്റ്റീരിയൽ ലൈഫിൽ ഇന്നലെ രാത്രി വർക്കായി. ഞാൻ പക്ഷേ അത്രയും രൂക്ഷം ഒരു മന്ത്രിക്കൊന്നും അങ്ങനെ വിചാരിക്കാനേ ഒക്കത്തില്ല. ഞാൻ വിചാരിച്ചു, ഒരു രാജ്യത്ത് ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു. ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഒരു സംഘത്തിനോടൊപ്പം പോയി ഉല്ലാസയാത്രയ്ക്ക് പോയി ഡെഡ് ബോഡി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അവിടുത്തെ സർക്കാർ തീരുമാനിക്കുന്നു ഇതിനകത്ത് ദുരൂഹതയൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല, കടത്തിവിടാം. അത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്, അവരത് ചെയ്യും, നമ്മൾ അനുസരിച്ചേ പറ്റും. ഇവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും സംശയം. അവർ പോസ്റ്റ്മോർട്ടം ചെയ്തു. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി.
എന്ത് ചെയ്യണം? അവർ കഴിഞ്ഞ 4-ാം തീയതി രാത്രി അച്ഛനും അമ്മയും നെഞ്ചത്തിടിച്ചുള്ള ഒരു പ്രവൃത്തി ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു 100 പേരുടെ മുമ്പിൽ വെച്ച് രാമനിലയത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ആ രാജ്യത്തിൻ്റെ അംബാസഡറെ വിളിച്ചു. എനിക്ക് ഈ കോവിഡ് കാലത്ത് അംബാസഡർമാരുമായിട്ട് നല്ല 67 രാജ്യങ്ങളിലെ കോൺസൽ, ഫസ്റ്റ് സെക്രട്ടറി, സെക്കൻഡ് സെക്രട്ടറി, അംബാസഡേഴ്സ്, സെക്രട്ടറി ടു അംബാസഡേഴ്സ്, ഇവരുമായിട്ടുള്ള നല്ല ബന്ധമാണ്. എൻ്റെ ഫോണിൽ ഇപ്പം ഷാജി സാർ വേണമെങ്കിൽ നോക്കിക്കോളൂ, സ്ക്രോൾ ചെയ്താൽ കിട്ടും. ഇൻഡെക്സിൽ AMBCONDXB അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും കൺട്രി കോഡ് ഇട്ട് രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഫോണിലുണ്ടാവും. വിളിച്ചു. അവരിന്നലെ എനിക്ക് റിപ്പോർട്ട് തന്നു, നോ, that government is still holding on to its stand and today reiterated that it is not a murder and it is not their responsibility to conduct an autopsy. ഞാൻ എത്ര പറഞ്ഞു, ആരൊക്കെയാണ് ഈ പയ്യൻ്റെ കൂടെ? പയ്യനല്ല, ഒരു 34 വയസ്സുണ്ടാവും. ഈ വ്യക്തിയുടെ കൂടെ ഈ ഉല്ലാസയാത്രയ്ക്ക് പോയത്. എനിക്ക് അവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. മറ്റേ അന്ന് പത്തലൊടിച്ച് വന്ന ആൾക്കാരാണ്. പറഞ്ഞു, അതിനൊരു നിവൃത്തിയില്ല സർ, നിങ്ങൾ വിചാരിക്കുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, അതിനല്ല, എനിക്ക് അവരുടെ പാസ്പോർട്ട് നമ്പേഴ്സ് തന്നാൽ അവരവരുടെ മാതൃരാജ്യത്തേക്കൊന്ന് വരണമല്ല, അവരെ ഞാൻ ഇമിഗ്രേഷനിലിട്ട് പൊക്കിക്കോളാം. ഇത് അവിടുത്തെ പോലീസിനെ അറിയിച്ചേക്കാൻ പറഞ്ഞു. ഇന്ന് സത്യത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ കൊല്ലത്തെ പരിപാടി കഴിഞ്ഞൊന്ന് കിടക്കുന്നതിന് മുമ്പൊന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അംബാസഡറുടെ മിസ് കോൾ. വിളിച്ചു, സർ, the government here has decided to take the report from India, the autopsy report from India, and put a harsh investigation on the whole happenings. ഈ ഗൂണ്ടയുടെ പാഠപുസ്തകം ഞാൻ പഠിച്ചതിൻ്റെ ഗുണമാണത്. നമുക്കിത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിന് പാഠങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ചില പാഠങ്ങളായിരിക്കില്ല, പക്ഷെ അതിൻ്റെ അംശങ്ങൾ നമുക്കെടുക്കാം. ഞാനുടനെ ഇവിടുത്തെ അവരുടെ വീട്ടുകാരെ തല്ലുമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പണി കൊടുക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ആ കയ്യടി സുരേഷ് കുമാറിനാണ് പോയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാർഗിൽ ഷോയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് ഉണ്ടായത്. ശ്രീമതി ശാരദാ മുരളീധരൻ അന്ന് ശരിക്കും ഈ ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി രൂപീകൃതമായിട്ടില്ല. ഒരു സംഘമായിട്ട് ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു വളരെ തിക്തമായ അനുഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീമതി ശാരദാ മുരളീധരൻ വിളിച്ച് നായനാർ സാറ് പറഞ്ഞു, എന്നാൽ പിന്നെ സുരേഷ് ഗോപിനെ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഞാൻ അപ്പം തന്നെ അമ്മയുടെ ഓഫീസിൽ ചെന്നു. വഞ്ചിയൂരായിരുന്നു ഒന്ന് കളക്ടറേറ്റ്. അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്കും സേനൻ ചേട്ടൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നത് ടേക്കപ്പ് ചെയ്ത് താരങ്ങളെ വിളിച്ചപ്പം ആർക്കും വരാൻ ധൈര്യമില്ല. കാരണം അമ്മ സംഘടനയുടെ എന്തോ ഇൻഡാസ് ഉണ്ടായിരുന്നു. ഞാൻ തമിഴിൽ നിന്ന് ചിമ്പു അടക്കമുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ച് വരണമെന്ന് പറഞ്ഞ് എന്നെ സഹായിച്ചത് ഖുഷ്ബു, റോജ, അതുപോലെ തന്നെ കലാമാസ്റ്റർ, ഇവരെല്ലാം കൂടെ ചേർന്നൊരു സംഘവുമായിട്ട് അവിടെ നിന്ന്. കാരണം ഞാൻ അവരുടെ തമിഴ് ഷോയ്ക്ക് അവിടെ ചെന്ന് ഒരു കലക്കി നടന്നതാണ്. ആ നന്ദി സൂചകമായിട്ട് അവരിവിടെ വന്ന് ചെയ്യുന്നു എന്നറിഞ്ഞതോടുകൂടി എല്ലാ താരങ്ങളും ഓടിയെത്തി. അന്ന് മഹാനായ ഒരു മന്ത്രി എനിക്കെതിരായിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോസ്റ്റർ ഒട്ടിച്ചത് കെ ജയകുമാർ IAS-ൻ്റെ അനിയൻ ശ്രീകുട്ടനോട് ചോദിച്ചാൽ അതിൻ്റെ കഥകൾ പറയും. അപ്പം അന്നേ തുടങ്ങിയതാണ് ഈ. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നതെല്ലാം നല്ലതിനാവണേ എന്ന് പറയുന്ന ഒറ്റ പ്രാർത്ഥനയാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രേംകുമാർ ആവശ്യപ്പെട്ട കാര്യങ്ങളല്ല. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്.
ടൂറിസം. പെട്രോളിയം അല്ല. പെട്രോളിയത്തിൽ നമുക്കൊരു ഡ്രൈവോട് കൂടി മുമ്പോട്ട് പോകാൻ ചെയ്യാവുന്ന, ഇന്ന് പെട്രോളിയം സെക്ടറിൽ, റീറ്റെയിൽ സെക്ടറിൽ ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് ബ്രീഫിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. നാവിഗേഷൻ, ഹാവ് മോർ ഓഫ് ക്രൂഡ് ഓയിൽ, ഇൻഡിജീനസ് ക്രൂഡ് ഓയിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ഓഫ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സപ്പിളാണ്. നമുക്ക് എന്ത് സന്നിഗ്ധ ഘട്ടമുണ്ടായാലും നമുക്കൊരു 10-80 ദിവസം ഇന്ത്യ മുഴുവൻ ഓടിക്കാനുള്ള ഒരു ക്രൂഡ് ഓയിലിൻ്റെ, പ്രോസസ്ഡ് ഓയിലിൻ്റെ ശേഖരം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊരു സേഫ്റ്റി ബെഞ്ച് മാർക്സാണ്. അതെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു സംസ്ഥാനത്തിൻ്റെയും സഹായം ആവശ്യമില്ല. ഗെയിൽ പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ സ്ഥലമെടുത്ത് തരിക. നമുക്ക് ഈ രാത്രി യാത്രക്കാരുടെ ഒരു ദുരിതം പരിഹരിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇവിടുത്തെ ലീഡ് ലേഡി ഗീതിക അവരുകളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡൽ എനിക്ക് അവരൊരാഴ്ചയ്ക്കുള്ളിൽ പ്രസൻറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപക്ഷെ രാത്രി യാത്രക്കാരടക്കം പകൽ യാത്രക്കാരുടെ വലിയ ഒരു ദുരിതത്തിന് പരിഹാരമാവുകയും അത് ടൂറിസത്തിലേക്ക് മാത്രമല്ല അവരുടെ ജീവനത്തിനും അതിജീവനത്തിനുമൊക്കെ വലിയ ഒരു പിന്തുണയാകുന്ന ഒരു പദ്ധതിയായിട്ടാണ് അത് വരാൻ പോകുന്നത്. പുതിയ ടൂറിസം, കോവളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി കോവളത്തിനൊന്നുമില്ല തരാൻ. അത് ചുരത്തിലില്ല ഇനി ആ അകിട്ടിൽ നിന്ന് എന്ന് വിചാരിച്ചുകൂടാ. ആ അകിടിനെ നമ്മളൊന്ന് റിപ്ലനിഷ് ചെയ്തെടുത്ത് പുതിയ കോവളം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്ററിലേക്ക് പദ്ധതിയുണ്ട്. സംസ്ഥാനം സഹകരിച്ചാൽ മതി. വലിയ സഹായമുണ്ടായില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എതിർവാദങ്ങൾ ഉന്നയിച്ച് ഹേർഡിൽസ് സൃഷ്ടിക്കാതിരുന്നാൽ മാത്രം മതി. ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആരും മോശക്കാരല്ല. പക്ഷേ മോശത്തിലേക്ക് വഴിതിരിക്കപ്പെടുന്നതിന് രാഷ്ട്രീയം കാരണമാവരുത്. കാരണം രാഷ്ട്രീയക്കാരൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കാം, നിങ്ങളുടെ സ്വന്തം കാറിൽ സഞ്ചരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. പക്ഷേ ആ രാഷ്ട്രീയം നിങ്ങൾക്ക് നേടിത്തരുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം ചിന്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇതിൻ്റെ ബോധ്യമുണ്ടായാൽ കാര്യങ്ങൾ ജനഹിതപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിക്കുന്നതിന് ഒരു തടസ്സമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രാഥമിക പഠനങ്ങളിൽ നിന്ന് പെട്രോളിയം മിനിസ്ട്രി ആയാലും ടൂറിസം മിനിസ്ട്രി ആണെങ്കിലും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിനൊക്കെ മുന്നേറ്റമുണ്ടാവും. പ്രധാനമന്ത്രി മോദി ഇലക്ഷന് മുമ്പ് കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇൻ്റർവ്യൂ സിന്ധു ശ്രീകുമാറിന് കൊടുത്തതിനകത്ത് കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാചാലനായി സംസാരിച്ചത് ഒറ്റ കമ്പോണൻ്റാണ് ടൂറിസം. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു എന്നെ അവിടെ കൊണ്ടുചെന്നിരുത്തിയത് ഇങ്ങനൊരു പ്ലാൻ അന്നുണ്ടായിരുന്നു. അദ്ദേഹം പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഏപ്രിൽ 15 അവിടെ ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്ത് വന്ന് തൃശ്ശൂർ അടക്കമുള്ള 5 മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയപ്പോൾ ആദ്യം എന്നെ കണ്ട് തോളിത്തട്ട് കൈപിടിച്ച് മുറുക്കിയിട്ട് എന്തോ സംസാരിച്ചില്ലേ, എന്താണെന്ന് എല്ലാവരും ചോദിച്ചു. അന്ന് എനിക്കത് പറയാൻ അനുവാദമില്ല. പക്ഷെ പിന്നീട് ഞാനത് പറഞ്ഞു. സോ ആ പാർലമെൻറ്റ് മേ ഹോങ്കി, ഐ എം ഷുവർ, ഐ നോ യു ആർ കമ്മിങ് ടു പാർലമെൻറ്റ് എന്നത് പറഞ്ഞതും ഈ ടൂറിസം കേരള എന്ന് പറയുന്ന ഒരു സ്കേപ്പിനെ കുറിച്ചും ഇത്രയും ആചാരതയും ഞാൻ കൂട്ടി വായിച്ചപ്പോഴാണ് പലപ്പോഴും ഇതിനെല്ലാം റിലീവ് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടും എനിക്കതിന് പറ്റാത്തത് അതുകൊണ്ടാണ്. ആ പ്രധാനമന്ത്രിയുടെ ആർജവം, അദ്ദേഹത്തിൻ്റെ ഒരു ഡിസൈനിനെ തകർക്കുന്ന തരത്തിൽ ഞാൻ വഴിതിരിക്കപ്പെട്ടു പോകരുത് എന്ന് പറയുന്ന പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ഈ സ്വന്തം കുടുംബത്തിൽ നിന്നും ഈ കുടുംബത്തെ ആദരിക്കുന്ന വിവിധ മേഖലകളിൽപ്പെടുന്ന, വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽപ്പെടുന്ന, വിവിധ മതവിശ്വാസങ്ങളിൽപ്പെടുന്ന എല്ലാവരും ഈ ഒരു സംഗമത്തിൽ എല്ലാ അംശങ്ങളെയും ആദരിക്കുന്നുണ്ട്, അവരെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം പ്രാർത്ഥന എനിക്കുണ്ടായാൽ എൻ്റെ ഈ പദവി കൊണ്ട് എനിക്കൊട്ടുമേ ഗുണമുണ്ടാവരുത്. അത് മുഴുവൻ എൻ്റെ പ്രിയ മലയാളികൾക്ക് ഖ്യാതി നേടിക്കൊടുക്കുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ നന്മ പ്രവർത്തനം ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാനാവണം എന്ന് പറയുന്ന
നിരന്തരമായ പ്രാർത്ഥന മാത്രമുണ്ടായാൽ മതി. നത്തിങ് ഈസ് റോട്ട് ബൈ പ്രയർ. ഷേക്സ്പിയറിൻ്റെ വാചകമാണ്. WROUGHT. നത്തിങ് ഈസ് റോട്ട് ബൈ പ്രയർ. പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട്, ആ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ മഹാനുഭാവന്മാരെയും, എനിക്ക് മുമ്പ് സിനിമയിൽ വന്നുപോയ പ്രേം നസീർ, വന്നു പോയിട്ടില്ലാത്ത മധുസാറിനെ പോലുള്ള സത്യൻ മാഷ്, കുതിരവട്ടം പപ്പു, ബഹദൂർ ഖാൻ, അങ്ങനെയുള്ള ഒരുപാട് ജയേട്ടൻ കലാകാരന്മാരുണ്ട്. എൻ്റെ ഹൃദയത്തിന് എപ്പോഴും പുഷ്ടി പകർന്നു തന്ന ഗായകരുണ്ട്, സംഗീത വിഭാഗങ്ങളുണ്ട്. അത് ശാസ്ത്രീയമായാലും ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ആ സംഗീതത്തിൻ്റെ ഒരു സ്ഫുരണം തന്ന ഒരു ദൈവിക മുഹൂർത്തങ്ങളുണ്ട്. സഹശയനം കൊണ്ടെന്നാണ് തെക്കൃഷി അപ്പൂപ്പൻ പറയുന്നത്. അപ്പൂപ്പൻ ഉപയോഗിക്കുമ്പം വേറെ ചില ഭാഷാ പ്രയോഗങ്ങളൊക്കെ അതിനകത്ത് വരും. അത് സാറിനൊക്കെ അറിയാവുന്നതാണ്. അത് അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ നിങ്ങളെന്ന് കാണുന്ന, നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ അതിനുള്ള കാരണം എൻ്റെ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞ ആ സമ്പുഷ്ടിയാണെങ്കിൽ, ആ സമ്പുഷ്ടിക്ക് വളമായ എല്ലാ മഹാനുഭാവന്മാരെയും ഞാൻ പ്രണമിക്കുന്നു. നന്ദി, നമസ്കാരം.